വളരെ ചെറിയ മൂവ്മെന്റ്, മാർക്കറ്റിന്റെ വലിയ വലിയ ഫ്ലക്ച്വേഷനോട് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണമൊന്നും ഇല്ലാതിരിക്കുക. എങ്കിലും എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് വളരെയേറെ ബെനിഫിറ്റ് തരുന്ന, നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ ഒരുപാട് മുകളിലേക്ക് എത്തിക്കുന്ന 5 പ്രധാനപ്പെട്ട ETF-കളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ കുറെ നാളായിട്ട് എവിടെയും എത്താതെ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ്. മാർക്കറ്റ് ആണെങ്കിൽ താഴേക്ക് വരുന്നതല്ലാതെ മുകളിലേക്ക് വരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ പലർക്കും നല്ല ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ സിറ്റുവേഷനുകളിലാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒളിഞ്ഞു കിടക്കുന്നത്. 2025 ഇന്ത്യൻ മാർക്കറ്റ് മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് പുറകോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനുശേഷം 2026 ഒരു സ്ട്രോങ് കംബാക്ക് വരികയാണ്. എല്ലാ സെക്ടറിലും ഒരുപോലെ ആയിരിക്കില്ല ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവുക. ചില സെക്ടേഴ്സ് നല്ല വോളറ്റാലിറ്റി നേരിടാൻ സാധ്യതയുണ്ട്. അതിന്റെ പീക്ക് പ്രൈസിൽ നിന്ന് ഒരുപാട് താഴേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചേഞ്ചസ് ഉപയോഗിച്ച് അട്രാക്റ്റീവ് വാല്യുവേഷനിൽ കിട്ടാൻ സാധ്യതയുള്ള നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് 2026 അതിനുശേഷവും ഒരു ബൂസ്റ്റ് തരാൻ പൊട്ടൻഷ്യൽ ഉള്ള 5 ETF-കളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു 5 ETF-കൾ? അപ്പൊ നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ETF കുറച്ച് ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. റിയൽ എസ്റ്റേറ്റ് ETF ആണ് നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ്. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് സെക്ടർ എപ്പോഴും വലിയ വേവ്സ് ഉണ്ടാക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒരു ഉഗ്രൻ മുന്നേറ്റത്തിന് ശേഷം ഈ സെക്ടർ ഇപ്പോൾ ഒരു വലിയ കറക്ഷന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ സെക്ടറിനെ ട്രാക്ക് ചെയ്യുന്ന മോട്ടിലാൽ ഒസ്വാൾ നിഫ്റ്റി റിയാലിറ്റി ETF അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് കാര്യമായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫണ്ട് നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു മെയിൻ റീസൺ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയുള്ള കൺസേൺസും ഡിമാൻഡിൽ വന്ന കുറവുകളും ഒക്കെയാണ്. എന്നാൽ DLF, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പോലെയുള്ള വലിയ കമ്പനികൾ ഉൾപ്പെടുന്ന ഈ ഒരു ഇൻഡെക്സ് ഇപ്പോൾ ഏകദേശം 30 PE റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സെക്ടറിലെ ഒരു കറക്ഷൻ ലോങ് ടൈമിലേക്ക് ഇന്ത്യൻ എക്കണോമിയിൽ വിശ്വസിക്കുന്ന ഒരു ഇൻവെസ്റ്ററിന് ഒരു അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത്. ഈ ഒരു അവസരം ഉപയോഗിക്കാൻ മോട്ടിലാൽ ഒസ്വാൾ നിഫ്റ്റി റിയാലിറ്റി ETF കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന് ഏകദേശം 265 കോടി രൂപയുടെ AUM ഉണ്ട്. പക്ഷേ ഒന്നോർക്കുക, റിയൽ എസ്റ്റേറ്റ് ഒരു സൈക്ലിക്കൽ സെക്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഹൈ വോളറ്റാലിറ്റി എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന സെക്ടർ ആണെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സെക്ടറിൽ നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയും. ഈ യുദ്ധത്തിന്റെ ഭീതികളൊക്കെ മാറി പെട്ടെന്നുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെക്ടറിനും അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ആ ഒരു ബെനിഫിറ്റ് കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ETF സ്മോൾ ക്യാപ് ETF ആണ്. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ്. ഹൈ റിട്ടേൺ പൊട്ടൻഷ്യലിന്റെ കൂടെ അത്ര തന്നെ ഹൈ റിസ്ക് ഉള്ള സ്മോൾ ക്യാപ് ETF-കളാണ് 2023-24 സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് ഒരു ഡ്രീം റൺ കൊടുത്തത്. പിന്നീട് നല്ല വോളറ്റാലിറ്റിക്ക് വിധേയമായിട്ട് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് അതിന്റെ പീക്കിൽ നിന്ന് നല്ല രീതിയിൽ താഴേക്ക് വന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. സ്മോൾ ക്യാപ് കമ്പനികളുടെ നേച്ചർ ഇങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ചെറിയ കമ്പനികൾ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഇവരുടെ പ്രൈസിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. ഈ ഒരു കറക്ഷൻ കാരണം മുമ്പുണ്ടായിരുന്ന ഓവർ വാല്യുവേഷൻ എന്ന പേടിക്ക് ഇപ്പോൾ ഒരു കുറവുണ്ട്. ഈ ഇൻഡെക്സിൽ 250 കമ്പനികൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്നതും ഒരു ബെനിഫിറ്റ് ആണ്. ഈ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും മികച്ച നല്ല AUM ഉള്ളതായിട്ടുള്ള ഓപ്ഷൻ ആണ് HDFC നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ETF. സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാവർക്കും ഉള്ളതല്ല. ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള മിനിമം ഒരു 7 to 10 ഇയേഴ്സ് എങ്കിലും പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഏരിയ ആണ് ഈ ഒരു സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ETF-ലേക്ക് കിടക്കാം. വാല്യൂ ETF നിഫ്റ്റി 50 വാല്യൂ 20 ഇൻഡെക്സ്. ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. പക്ഷേ റീസണബിൾ പ്രൈസിൽ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഈ ETF നിങ്ങൾക്കുള്ളതാണ്. നിഫ്റ്റി 50-ലെ ഏറ്റവും വാല്യൂ ഉള്ള, അതായത് അവിടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന 20 കമ്പനികളെയാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത്. ഈ ഇൻഡെക്സിന്റെ ഇപ്പോഴത്തെ PE റേഷ്യോ ഏതാണ്ട് 15 മുതൽ 16 വരെയാണ്. ഇത് നിഫ്റ്റി 50-യുടെ ആവറേജ് PE-യേക്കാളും കുറവായതുകൊണ്ട് നല്ലൊരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. മാർക്കറ്റിലെ അൺസർട്ടനിറ്റികളുടെ ഇടയിൽ ഇങ്ങനെ വാല്യൂ സ്റ്റോക്സ് സാധാരണയായിട്ട് നന്നായിട്ട് പിടിച്ചു നിൽക്കാറുണ്ട്. ഈ ഒരു ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന പല ETF-കളും ഉണ്ട്. അവയിൽ ഒന്നാണ് ICICI Prudential നിഫ്റ്റി 50 വാല്യൂ 20 ETF. സ്റ്റേബിൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക് ഈ ETF-ഉം നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതാണ്. നാലാമതായിട്ട് കൺസപ്ഷൻ ETF നിഫ്റ്റി ഇന്ത്യ കൺസപ്ഷൻ ഇൻഡെക്സ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്കണോമിക് സ്ട്രെങ്തിൽ ഒന്ന് ഇവിടുത്തെ കോടിക്കണക്കിന് ആളുകളുടെ കൺസപ്ഷൻ തന്നെയാണ്. ആളുകളുടെ വരുമാനം കൂടുമ്പോൾ അവർ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുന്നു. ഈ ഒരു ഗ്രോത്തിൽ പങ്കാളികളാകാൻ സഹായിക്കുന്നതാണ് കൺസപ്ഷൻ ETF-കൾ. FMCG, ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ് പോലെയുള്ള സെക്ടറുകളിലെ ടോപ്പ് കമ്പനികളാണ് ഈ ഒരു ഇൻഡെക്സിലുള്ളത്. ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാരണം ഈ ഒരു സെക്ടറിലെ സ്റ്റോക്കിന് എപ്പോഴും ഒരു ഹൈ വാല്യുവേഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈയിടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹെവി വോളറ്റാലിറ്റി, ഹെവി കറക്ഷൻ ഒക്കെ കൊണ്ട് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇപ്പോൾ ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും.
ഈ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ETF ആണ് നിപ്പോൺ ഇന്ത്യ ETF, നിഫ്റ്റി ഇന്ത്യ കൺസംഷൻ. ഇന്ത്യൻ എക്കണോമിയുടെ ലോങ് ടൈം ഗ്രോത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു ഇൻവെസ്റ്ററും ഈ ഒരു തീം കൺസിഡർ ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് ഹെൽത്ത് കെയർ ETF, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ETF ഒരു ഡിഫൻസീവ് സെക്ടറിൽ നിന്നാണ്. ഹെൽത്ത് കെയർ മാർക്കറ്റ് ഇടിഞ്ഞാലും എക്കണോമിക് ക്രൈസിസ് വന്നാലും ആളുകൾ മരുന്ന് വാങ്ങുന്നതും ട്രീറ്റ്മെന്റ് എടുക്കുന്നതും നിർത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിന് എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഫാർമ, ഹോസ്പിറ്റൽസ്, ഡയഗ്നോസ്റ്റിക്സ് ഇവയെല്ലാം ഈ ഒരു സെക്ടറിൽ വരുന്നുണ്ട്. ഈ ഒരു സെക്ടർ കഴിഞ്ഞ ഒരു വർഷം നിഫ്റ്റി 50 ഇൻഡെക്സിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു ചെറിയ കൂൾ ഓഫ് മോഡിലാണ്. ഏകദേശം 36 ആണ് ഇപ്പോഴത്തെ PE റേഷ്യോ. അത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ആവറേജിന് അടുത്താണ് നിൽക്കുന്നത്. ഒരു വലിയ പ്രൈസ് ഡ്രോപ്പിലല്ല, എന്നാൽ ഒരു റീസണബിൾ പ്രൈസിലാണ് നമുക്ക് ഈ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു സ്റ്റേബിൾ സെക്ടറിൽ ഈ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന നല്ല AUM ഉള്ള ഒന്നാണ് ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി ഹെൽത്ത് കെയർ ETF. ഇതിൽ ഏകദേശം 152 കോടി രൂപയുടെ AUM ഉണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ വോളറ്റാലിറ്റി കുറയ്ക്കാനും സ്റ്റെബിലിറ്റി കൊടുക്കാനും ഒരു ഹെൽത്ത് കെയർ ETF തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ 5 ETFകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. എന്നാൽ ഇവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കൺഫേം ചെയ്യണമെന്നുണ്ട്. ഒന്ന്, എക്സ്പെൻസ് റേഷ്യോ. ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് അവർ വാങ്ങുന്ന ആനുവൽ ഫീ ആണിത്. എത്ര കുറവാണോ അത്രയും നല്ലത്. രണ്ടാമത്, ട്രാക്കിംഗ് എറർ. ETF അതിന്റെ ഒറിജിനൽ ഇൻഡെക്സിനെ എത്രത്തോളം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ട്രാക്കിംഗ് എറർ കുറവാണെങ്കിൽ ഇൻഡെക്സിന്റെ റിട്ടേണിനോട് ഏറ്റവും അടുത്ത റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി, AUM വോളിയം. ഒരു ETF-ൽ എത്രത്തോളം അസറ്റ് ഉണ്ട്, ദിവസവും എത്ര ട്രേഡ് നടക്കുന്നുണ്ട് എന്നതൊക്കെയാണ് ലിക്വിഡിറ്റി. ഹൈ AUM വോളിയം ഉള്ള ETF-കൾ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ 2024 കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓരോന്നിനും അതിന്റേതായിട്ടുള്ള പ്രത്യേകതകളുള്ള 5 ETF-കളാണ് നമ്മൾ പറഞ്ഞത്. മോട്ടിലാൽ ഓസ്വാൽ നിഫ്റ്റി റിയാലിറ്റി ETF, ഹൈ റിസ്ക് ഹൈ റിട്ടേൺ പൊട്ടൻഷ്യൽ ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു സെലക്ഷൻ ആണ്. രണ്ടാമതായിട്ട് HDFC നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ETF, ലോങ് ടൈമിൽ പേഷ്യൻസോടെ കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണിത്. മൂന്നാമതായിട്ട് ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി 50 വാല്യൂ 20 ETF, റീസണബിൾ പ്രൈസിൽ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ETF ആണ്. അതുപോലെ തന്നെ നാലാമതായിട്ട് നിപ്പോൺ ഇന്ത്യ ETF, നിഫ്റ്റി ഇന്ത്യ കൺസംഷൻ. ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പങ്കാളികളാകാൻ നിങ്ങൾക്ക് ഈ ഒരു ETF-ലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അവസാനമായിട്ട് ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി ഹെൽത്ത് കെയർ ETF. പോർട്ട്ഫോളിയോയ്ക്ക് സ്റ്റെബിലിറ്റി കൊടുക്കാൻ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് ഇവിടെ. ഓർക്കുക, മാർക്കറ്റിലെ ടെമ്പററി പ്രൈസ് ഡ്രോപ്പ് കണ്ട് പേടിക്കാനുള്ളതല്ല, മറിച്ച് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താനുള്ള സമയമാണ്. ഈ ETF-കളൊന്നും പെട്ടെന്ന് പണം ഡബിൾ ആക്കാനുള്ള വഴികളല്ല. ഒരു ലോങ് ടൈം ഗോളോടെ പേഷ്യൻസോടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഒരു സെക്ടറിലെ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല റിട്ടേൺസ് തന്നേക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ ടേൺ ആണ്. ഈ 5 ETF-കളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലിന് ചേരുന്നത് ഏത് ETF ആണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.